അടുത്തായിട്ട് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. സർ, കേരള പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് വന്നതോടുകൂടി തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ പ്രാദേശിക സർക്കാർ ആകുകയാണ് എന്ന പ്രതീക്ഷയാണ് നമുക്കുണ്ടായിരുന്നത്. 1994 UDF സർക്കാർ ആ ബില്ല് പാസ്സാക്കിയപ്പോൾ കേരളം ഒരു വലിയ പ്രതീക്ഷയും അതുപോലെ തന്നെ മാറ്റങ്ങളും ഒക്കെ ഉണ്ടായി. സർ, ഇന്ന് 30 വർഷം തികയുകയാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ല് പാസ്സാക്കിയിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടും. ഭരണ സംവിധാനത്തെ എതിർക്കുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. ഇന്ന് സർ അതിൻ്റെ ഒരു പ്രാദേശികമായ ഭരണ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ, അധികാരം കവരുന്ന രീതിയിൽ, അധികാര കേന്ദ്രീകരണം നടത്തുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഗവൺമെൻറ് വന്നിരിക്കുകയാണ് എന്ന പരിതാപകരമായ ഒരവസ്ഥാവിശേഷമാണ് നമ്മുടെ മുമ്പിലുള്ളത്. സർ, ഓരോ വർഷവും ബഡ്ജറ്റിൻ്റെ വിഹിതം വരുമ്പോൾ നമുക്ക് തൊട്ട് മുന്നിലുള്ള വർഷത്തേക്കാളും 10% വർധനവ് ഓരോ വർഷവും വകുപ്പിന് നൽകാറുണ്ട്. പക്ഷേ സർ, അത് കാലോചിതമായി ഒരു മാറ്റം വരുത്താതെ തന്നെ ഈ വർഷങ്ങളിലൊന്നും, കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്തരം ഒരു വർധനവ് നൽകിയിട്ടില്ല. ഈ കഴിഞ്ഞ 5 വർഷം ഈ ഒരു വർധനവില്ലാത്തത് കൊണ്ടും പുറമേ തന്നെ വലിയ വെട്ടിക്കുറക്കൽ വന്നതുകൊണ്ടും പഞ്ചായത്തുകളുടെ വികസന പ്രവർത്തനങ്ങളോ വലിയ മാറ്റങ്ങളോ ഉണ്ടാക്കാൻ സാധിക്കാതെ പഞ്ചായത്തുകളൊക്കെ വളരെ പ്രയാസത്തിലാണ് എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. നിലവിലുള്ള നിലവിലുള്ള ക്യാരി ഓവർ പദ്ധതിക്ക് നിയന്ത്രണം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ വർഷാവസാനത്തിലും തുക അനുവദിച്ച് നിർബന്ധിതമായ തിരുത്തലുകളുമായി സർക്കാർ തന്നെ പദ്ധതികൾക്ക് ആവശ്യമായ നിബന്ധനകൾ വെക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തുകളുടെ ഭരണ സംവിധാനത്തെ തകരാറിലാക്കുകയും ആ വർധനവ് ലഭിച്ചാൽ പോലും പഞ്ചായത്തിൻ്റെ ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരിക്കുകയും ചെയ്തുകൊണ്ട് ഒരുപാടേറെ പദ്ധതികൾ പ്രയാസത്തിലാവുകയാണ്. സർ, ഉദാഹരണത്തിന് ഭിന്നശേഷി സ്കോളർഷിപ്പ്, അതിദരിദ്രതയ്ക്കുള്ള പദ്ധതി, ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും വിവിധ പദ്ധതികൾ, പാലിയേറ്റീവ് പരിചരണ പദ്ധതി, വയോജനക്ഷേമ പദ്ധതികൾ, ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ തുടങ്ങി അവശ്യ വിഭാഗങ്ങൾക്ക് നിരവധി പദ്ധതികളെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും. സർ, ആ ഒരു തരത്തിൽ പഞ്ചായത്തിനെ പൊറുതി മുട്ടിപ്പിക്കുന്ന ഒരു തരത്തിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകളും നിയന്ത്രണങ്ങളും മുന്നോട്ട് പോകുന്നത് എന്നാണ് വസ്തുത. സർ, ഞാനത് വിശദീകരിക്കുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട സുബാൽ ലൈഫ് പദ്ധതിയെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. 2007 സർക്കാർ വലിയ ആഘോഷപൂർവ്വം കൊണ്ടുവന്ന ലൈഫ് പദ്ധതി ഇന്ന് ഏതവസ്ഥയിലാണ് എന്ന് അങ്ങ് തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. 2020 അപേക്ഷകർക്ക് 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ വർഷമാണ് ആനുകൂല്യം അനുവദിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവുണ്ടായത്. 2017 ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5,14,931 പേരിൽ 1,29,675 പേർക്കും 2020 ലിസ്റ്റിലെ 5,65,708 പേരിൽ 62,953 പേർക്കും മാത്രമാണ് ഇതിനകം ആനുകൂല്യം ലഭിച്ചത്. 2 ഘട്ടങ്ങളിലായി അർഹരായി കണ്ടെത്തിയ 10,80,639 പേരിൽ 8,88,000 പേർക്ക് ഇനിയും കരാർ പോലും വെക്കാനായിട്ടില്ല എന്ന വസ്തുത ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പരിശോധിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരുപാടേറെ താല്പര്യത്തോടു കൂടിയും ഒരുപാടേറെ ഉദ്ദേശത്തോടു കൂടിയും ഒക്കെ ഉണ്ടാക്കിയ സാധാരണക്കാർക്ക് ലഭിക്കാനുള്ള വീട് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നിടത്തുണ്ടായ അപാകതകൾ ഏത് തരത്തിലാണ് എന്ന് പരിഹരിക്കാൻ കഴിയുക എന്ന് അങ്ങ് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ പദ്ധതി വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് പറഞ്ഞു, പദ്ധതിയുടെ ഫണ്ട് വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം, എടയൂർ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചിട്ടുണ്ട്. വികസന ഫണ്ടിൽ 2023-24 1,67,76,000 രൂപയാണ് സർ വെട്ടിക്കുറച്ചത്. 2022-23 അത് 1,82,00,000 വെട്ടിക്കുറച്ചത്. റോഡ് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്ന 33,14,000 രൂപയും 2022-23 74,50,000 രൂപയുമാണ് വെട്ടിക്കുറച്ചത്. ഇതേ സ്ഥിതി തന്നെയാണ് വളഞ്ചേരി മുനിസിപ്പാലിറ്റിയിലും മാറാക്കര പഞ്ചായത്തിലും ഇരുമ്പിളിയം പഞ്ചായത്തിലും കോട്ടക്കൽ നിയോജന എല്ലാ പഞ്ചായത്തിലും. ഇതിൻ്റെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ മറ്റ് ജില്ലകളിലെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഇത് തന്നെയാണ് അവസ്ഥയുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വിഭാഗത്തിലായി വെട്ടിക്കുറച്ച ഫണ്ടും അതുപോലെ പിടിച്ചു വെച്ച ഫണ്ടും പഞ്ചായത്തുകൾക്ക് നൽകിയതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാവശ്യമായ ഒരു നടപടി അങ്ങയുടെ ഭാഗത്ത് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, അതുപോലെ മറ്റ് ചില നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. ക്ഷേമ പെൻഷൻ അനുവദിക്കാനുള്ള മാനദണ്ഡങ്ങൾ കാലോചിതവും പ്രായോഗികവുമായ രൂപത്തിൽ പുനഃപരിശോധന നടത്താം.
ഉദാഹരണത്തിന് നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ വീട് 2000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ആളുകൾക്കാണ് പെൻഷൻ നൽകുന്നത്. സ്ഥലം 2 ഏക്കർ, അതുപോലെ തന്നെ വാഹനം 10,000 സിസിക്ക് മുകളിലുള്ളത്, മറ്റ് ഭൗതിക സൗകര്യങ്ങൾ എന്നതൊക്കെയാണ് മാനദണ്ഡങ്ങൾ. അതിൽ എന്താണ് ഒരു AC ഉണ്ടെങ്കിലോ ഒരു ചെറിയ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിലോ ആ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത ഒരവസ്ഥാവിശേഷമുണ്ട്. ആ മാനദണ്ഡങ്ങൾ മാറ്റിയാൽ അതിദരിദ്രരായ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ആ പെൻഷൻ ലഭിക്കാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ 5 സെൻറ്റ് സ്ഥലത്ത് 650 സ്ക്വയർ ഫീറ്റ് താമസിക്കുന്ന പാവപ്പെട്ടവന് അത്യാവശ്യ സാഹചര്യത്തിൽ ഒരു AC വാങ്ങേണ്ടുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇപ്പോൾ ഈ കാലോചിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ച് ജനം അവരുടെ ജീവിത രീതിയെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു തരത്തിൽ ഒരു പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ മാറ്റം വരുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ മസ്റ്ററിംഗ് ഉണ്ട്. എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്തുകയാണ്. പെൻഷൻ ലഭിക്കുന്നതിനാവശ്യമായി ജീവിച്ചിരിപ്പുന്നുണ്ട് എന്ന് പറയാനും അതുമായി ബന്ധപ്പെട്ട് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗ് എല്ലാ വർഷവും നടത്തേണ്ടി വരികയാണ്. സർ, എല്ലാ വർഷവും മസ്റ്ററിംഗ് നടത്താൻ പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ അക്ഷയ സെൻറ്ററുകളിലും അതുപോലെ തന്നെ പഞ്ചായത്തുകളിലേക്കും പോകേണ്ട ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം അങ്ങേക്ക് തന്നെ അറിയാം. സർ, ആ മസ്റ്ററിംഗ് ഒരു 5 വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 3 വർഷത്തിലൊരിക്കലോ ആക്കി ആ രൂപത്തിൽ മാറ്റം വരുത്തിയാൽ ഒരുപാടേറെ ആളുകൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹരിത കർമ്മസേനയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് വളരെ വലിയ മാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ഒരുപാടേറെ കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ഓരോ പഞ്ചായത്തുമാർ നടത്തുന്നുണ്ട്. പാവപ്പെട്ട കുടുംബത്തിലെ അംഗങ്ങളാണ് ഹരിത കർമ്മസേനയിൽ പ്രവർത്തിക്കുന്നതും അവർ തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതും. സർ, ആ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഉത്തരവുകൾക്കപ്പുറം ഈ രംഗത്ത് വളരെ ആത്മാർത്ഥമായി നിലനിൽക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ഹരിത കർമ്മസേനാംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കൂടി ഗവൺമെൻറ് പരിശോധിക്കേണ്ടതുണ്ട്. യൂസർ ഫീയിൽ ലഭിക്കുന്ന വളരെ തുച്ഛമായ വരുമാനത്തിനപ്പുറം അവരുടെ സ്ഥിര നിലനിൽപ്പിനാവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതും, കൂടാതെ ഒരു ഫെസ്റ്റിവൽ അലവൻസ് പോലുള്ള സാമ്പത്തികമായ പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്താൽ അത് കേരളത്തിൽ കുറച്ചുകൂടി ഗുണപ്രദമായി ആ മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാനും അത് കേരളത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് അവരെ സഹായിക്കാനും സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനത്തിലെ പദ്ധതികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പദ്ധതി തയ്യാറാക്കി വരുന്ന അംഗീകാരം നേടിയ പല പദ്ധതികളും നിർവഹണ ഉദ്യോഗസ്ഥരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ നടപ്പിലാക്കാതെ പോവുകയാണ്. ഉദാഹരണത്തിന് കേരളത്തിൽ 1000-കണക്കിന് കിഡ്നി രോഗികൾക്ക് ധനസഹായം നൽകുന്നതിന് വേണ്ടി പല പഞ്ചായത്തുകളും കഴിഞ്ഞ വർഷത്തിൽ പദ്ധതി വെച്ചത് ഇത്തരത്തിൽ ചിലവഴിക്കാൻ സാധിക്കാതെ പോയ പ്രയാസമുണ്ട്. അത് ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒരു കടമത്സരത്തിൻ്റെ ഭാഗമായി അതിനനുവദിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലൊക്കെ കിഡ്നി രോഗികളുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ വളരെ പ്രയാസകരമായ അനുഭവമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ഒരു തരത്തിലും അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് ഇറക്കുന്നതിന് വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് വകുപ്പിൻ്റെ മേലിൽ നിന്ന് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ പർപ്പസ് ഫണ്ട് ഒരു വർഷത്തിൽ 12 തവണയായി പഞ്ചായത്ത് സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടാണ് ജനറൽ പർപ്പസ് ഫണ്ട്. ആ ഫണ്ട് വർഷത്തിൽ 2023-24 സാമ്പത്തിക 9 ഗഡുക്കൾ മാത്രമാണ് ലഭിച്ചത്. 3 ഗഡുക്കൾ സർക്കാർ വെട്ടിക്കുറച്ചു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെയാണ് കെട്ടിട നിർമ്മാണവുമായി ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രിയപ്പെട്ട സുബാല് തന്നെ ഇവിടെ സൂചിപ്പിച്ചു. നികുതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൻവലിക്കണമെന്ന് ജനങ്ങളുടെ ആ ആശങ്ക കൂടി പരിഹരിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബില്ലിനെ ഞാൻ എതിർക്കുകയാണ് സർ.